റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി കഫ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അല്ലദീന ഹും അഹ്ലുസ് സിദ്ഖി വൽ വഫാ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തോടെ വിശുദ്ധ റമദാൻ അതിൻ്റെ പകുതി കഴിഞ്ഞു. വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിനരാത്രങ്ങളിലേക്ക് എത്തുകയാണ്. സൃഷ്ടാവായ അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഇന്ന് പ്രിയ സഹോദരങ്ങളോട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധമായ ബദർ ദിനത്തെക്കുറിച്ചാണ്. പരിശുദ്ധ റമളാനു ഷരീഫിൻ്റെ 17-ാം ദിനത്തിലാണ് ബദരീങ്ങളെക്കുറിച്ച് നാം സ്മരിക്കാറുള്ളത്. ബദർ ദിനം നാം അനുസ്മരിക്കുന്നത്. ബദറിനെക്കുറിച്ച് നമ്മൾ അറിയുക എന്നത് തികച്ചും അനിവാര്യമായ ഒരു കാര്യമാണ്. പലപ്പോഴും ബദർ ചരിത്രം വേണ്ടത്ര ഉൾക്കൊള്ളാൻ മുന്നോട്ട് വരാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ കേവല വൈകാരിക പ്രകടനമായി ബദറിനെ അവതരിപ്പിക്കുകയും അത് മാത്രം കേൾക്കുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ബദർ എന്ന് കേൾക്കുമ്പോൾ അത് എന്തോ ഭീകരമായ ചില പ്രവർത്തനങ്ങളായി, അല്ലെങ്കിൽ പരിശുദ്ധമായ ഒരു സംവിധാനത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം തീവ്ര പ്രവർത്തനങ്ങളുടെ ഒരു പ്രതീകമായിട്ടാണ് ചില ആളുകളെങ്കിലും മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ബദറിനെ കുറിച്ച് അറിയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ സംഭവ വികാസങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളാൻ മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ അങ്ങനെ ധരിച്ചു വച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയും. ബദർ ഒരിക്കലും ഒരു കടന്നുകയറ്റത്തിൻ്റെ, അതല്ലെങ്കിൽ ഒരു അനാവശ്യമായ ആക്രമണ പ്രവർത്തനങ്ങളുടെ ഒരു ഫലമായിട്ടല്ല, അതിൻ്റെ ഒരു ഭാഗമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ചരിത്രം? നമുക്കറിയാം, പരിശുദ്ധമായ ഇസ്ലാം 6-ാം നൂറ്റാണ്ടിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനാൽ അത് സമ്പൂർണ്ണമാവുകയാണ്. യഥാർത്ഥത്തിൽ പ്രവാചകനിൽ തുടങ്ങി പ്രവാചകനിൽ അവസാനിച്ച ഒരു സംവിധാനമല്ല, ഒരു പ്രത്യയശാസ്ത്രമല്ല ഇസ്ലാം. മനുഷ്യോൽപത്തിയോളം അതിന് തുടക്കമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചപ്പോൾ തന്നെ ഒരു പ്രവാചകനായിട്ടാണ് നിയോഗിച്ചത്. തൻ്റെ സന്താനങ്ങളിലേക്ക് അള്ളാഹുവിനെക്കുറിച്ച്
ആ തൗഹീദ് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാം തൻ്റെ പ്രവാചക ദൗത്യം നിർവഹിച്ചത്. പ്രവാചകത്വ ദൗത്യം കൃത്യമായി നിർവഹിച്ചു പോന്നത്. പിന്നീട് 1,00,000-ൽ പരം വരുന്ന പ്രവാചകന്മാർ നമ്മുടെ റസൂൽ എത്തുന്നത് വരെ ലോകത്തുണ്ടായിട്ടുണ്ട്. അവരെല്ലാം അതാത് കാലങ്ങളിൽ അവരെ ഏൽപ്പിക്കപ്പെട്ട പ്രദേശങ്ങളിൽ സാധ്യമാകും വിധം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയും അതാത് കാലഘട്ടങ്ങളിലെ ആളുകൾക്ക് നേരിൻ്റെ ദിശാബോധം നൽകി സത്യത്തിൻ്റെ സരണിയിലൂടെ കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളാണ് അവരെല്ലാം നിർവഹിച്ചത്. ആ ഒരു മതത്തിൻ്റെ ഒരു സമ്പൂർണ്ണ പ്രഖ്യാപനം അതാണ് സയ്യിദന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടപ്പിലാക്കിയത്. ഖുർആൻ തന്നെ കാര്യം പറയുന്നുവല്ലോ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഈ സമയം അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതം നിങ്ങൾക്ക് ഞാൻ സമ്പൂർണ്ണമാക്കി തന്നിരിക്കുകയാണ്. വഅത്മംതു അലൈക്കും നിഅമതി, എന്ന അനുഗ്രഹങ്ങൾ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നിങ്ങളിൽ വർഷിക്കുകയും ചെയ്തിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, പരിശുദ്ധമായ ദീൻ ഇസ്ലാം അത് ദീനായി, അത് നിയമവ്യവസ്ഥിതിയായി, മാർഗരേഖയായി നിങ്ങൾക്ക് ഞാൻ സംതൃപ്തനുമാണ് എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓതിക്കേൾപ്പിച്ചു. ആ ഒരു പ്രവാചക നിയോഗവുമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ കടന്നു വന്ന സമയവും മക്കയിലെ സാമൂഹിക അന്തരീക്ഷം, മക്ക എന്ന് വേണ്ട, മക്കയായതുകൊണ്ട്, അവിടെ ആയതുകൊണ്ട് മക്കയെക്കുറിച്ച് നമ്മൾ പരാമർശിക്കുന്നു എന്ന് മാത്രം. ലോകത്തിൻ്റെ നിഖില മേഖലകളിലും സമസ്ത മേഖലകളിലും അന്ന് സാമൂഹിക അന്തരീക്ഷം വളരെയധികം ദുർഘടമായിരുന്നു, മലീമസമായിരുന്നു, അത്യന്തം വേദനാജനകമായിരുന്നു. മനുഷ്യന് മൃഗത്തിൻ്റെ വില പോലുമില്ലാതെ എല്ലാ വൃത്തികേടുകളും യഥേഷ്ടം നടപ്പിലാക്കാൻ വൈമനസ്യങ്ങളില്ലാത്ത ഒരു സമൂഹമായിരുന്നു അന്നുണ്ടായിരുന്നത്. മദ്യം ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവർ, ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി മാതാവും സഹോദരിയും പോലും വ്യത്യാസമില്ലാതെ യഥേഷ്ടം അഴിഞ്ഞാടിയ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ പ്രവാചക ദൗത്യവുമായി അള്ളാഹു നിയോഗിച്ചത്. പരിശുദ്ധമായ മക്കയിലെ ജബലുന്നൂർ പർവ്വതത്തിൻ്റെ മുകളിൽ ഹിറ എന്ന് പറയുന്നൊരു ഗുഹയിൽ ഏകനായി കഴിയവെയാണ് ഈ ദൗത്യം അള്ളാഹു ഏൽപ്പിക്കുന്നത്. അങ്ങനെ മക്കയിലെ ഈ വലിയ കുന്നുംപുറത്തുള്ള ഈ മലമുകളിലുള്ള ഈ ഗുഹയിലേക്ക് പോകാനുള്ള കാര്യമെന്തായിരുന്നു? അന്നത്തെ സമൂഹത്തിൻ്റെ ഞാൻ സൂചിപ്പിച്ച അത്രമാത്രം വൃത്തികേടുകളും വേണ്ടാത്തരങ്ങളും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ അത്തരം കാര്യങ്ങളിൽ പരിതപിച്ചുകൊണ്ട് അതിലൊന്നും ഉൾപ്പെടാൻ കഴിയാതെ ഒരു ഏകാന്തതയ്ക്ക് വേണ്ടി പ്രവാചകൻ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു സ്ഥലമാണ് ഹിറ. അവിടെ നിന്നാണ് ഇഖ്റയിൻ്റെ സന്ദേശമുണ്ടാകുന്നത്. ഇഖ്റ അത് വലിയ ഒരു വിപ്ലവത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു. അക്ഷരാഭ്യാസമില്ലാത്ത പ്രവാചകനിലൂടെ അള്ളാഹു നൽകി എന്നതാണ് ലോകത്തെ വലിയ ഒരു അത്ഭുതമായി കാണുന്നത്. പ്രവാചകൻ നമ്മൾക്ക് മനസ്സിലാക്കിയ പോലെ മാതാപിതാക്കളുടെ പരിലാളന ഏൽക്കാൻ കഴിയാത്ത, വളരെ പിഞ്ചാകുമ്പോൾ തന്നെ അനാഥത്വം വേണ്ടത്ര അനുഭവിച്ച ഒരു നബിയാണ്, ഒരു പ്രവാചകനാണ്. ഉപ്പയെ കണ്ടിട്ട് പോലുമില്ല. മാതാവാണെങ്കിൽ 6 വയസ്സാകുമ്പോഴേ വിട പറയുന്നു. അങ്ങനെ കഴിഞ്ഞ പ്രവാചകൻ അക്കാലത്തിലെ എഴുത്തോ വായനയോ സാധ്യമാകാതെയാണ് ജീവിച്ചത്. തികച്ചും നിരക്ഷരനായിരുന്നു. ആ പ്രവാചകനാണ് ഇഖ്റ എന്ന് തുടങ്ങി പരിശുദ്ധമായ ഖുർആൻ 30 ജുസുകളിലായി 1666 അതിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ ലോകത്ത് ഇന്നും അത്ഭുതകരമായി
നിലനിൽക്കുന്നത്. ഇഖ്റ, ജിബ്രീൽ അലൈഹിസ്സലാം ആശ്ലേഷമായി ചരിത്രം വളരെ വിശാലമാണ്. ഞാൻ അതിൻ്റെ വിശകലനം ആഗ്രഹിക്കുന്നില്ല. പ്രവാചകൻ ആദ്യം വായിക്കാൻ പറയുന്നു, വായന അറിയില്ല എന്ന് പറയുന്നു, ആശ്ലേഷിക്കുന്നു, 3 തവണ ആവർത്തിക്കുന്നു. അങ്ങനെ ഇഖ്റയുടെ സന്ദേശം. അവിടെ നിന്ന് പ്രവാചകൻ ഒരു പുതിയ ദൗത്യ നിർവഹണത്തിന് വേണ്ടി പുറപ്പെടുന്നു. ആദ്യങ്ങളിൽ അതീവ രഹസ്യമായി, പിന്നീട് അബൂ ഖുബൈസ് മലയുടെ താഴ്വരയിലേക്ക് ആളുകളെ വിളിച്ചു വരുത്തി തന്നിൽ ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് അറിയിക്കുകയാണ്. അത് മറ്റൊന്നുമായിരുന്നില്ല, അള്ളാഹുവിൻ്റെ ഏകാന്തതയായിരുന്നു. ആകാശഭൂമിയെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവാധിപനായ ആ ശക്തിയെക്കുറിച്ചായിരുന്നു. മാത്രമല്ല പ്രവാചകനാണ് എന്ന ആ സത്യം സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അതുവരെയും അൽ അമീൻ എന്ന് വിശ്വസ്തനെന്ന അർത്ഥത്തിൽ വിളിച്ച ആളുകൾ ഈ പ്രഖ്യാപനം വരുന്നതോട് കൂടെ പ്രവാചകന് നേരെ തിരിയുകയും ആക്ഷേപ സ്വരങ്ങളെ കൊണ്ട് പ്രവാചകനെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടെ നിന്നങ്ങോട്ട് മർദ്ദനങ്ങളും കൂക്കുവിളികളുമായി ഒരുപാട് അസഹനീയമായ സാഹചര്യങ്ങൾക്ക് പ്രവാചകൻ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. അവസാനം അള്ളാഹുവിൻ്റെ കൽപ്പനയോട് കൂടെ മക്കായിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വന്നു. ജനിച്ച നാടും വീടും വിട്ട് തൻ്റെ ഉറ്റവരെയും ഉടയവരെയും മക്കയിൽ ബാക്കിയാക്കി പ്രവാചകൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സത്യമത പ്രബോധന ദൗത്യ നിർവഹണം ഏറ്റെടുത്തു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അതിൻ്റെ പ്രവാചകനായി എന്നതിൻ്റെ പേരിൽ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി അവസാനം മദീനയിലേക്ക് പലായനം ചെയ്യുന്നു. മദീനയിൽ പ്രവാചകന് ആവേശോജ്വലമായ വരവേൽപ്പ് ലഭ്യമായി. അവിടെയുള്ള അൻസാറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബിമാർ പ്രവാചകന് സാധ്യമാകുന്ന വിധം പരിരക്ഷ നൽകുകയും സ്നേഹിക്കുകയും ചെയ്തു. ഈ സമയത്ത് മക്കയിലുള്ള നേരത്തെ അക്രമികളായിരുന്ന ആളുകൾ അവർ ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് വലിയ ബിസിനസ്സിന് സംഖ്യ മുടക്കി അതിൻ്റെ ലാഭം പ്രവാചകനെ നശിപ്പിക്കാനുള്ള താൽപ്പര്യവുമായി ബിസിനസ്സിനായി പുറപ്പെടുന്നു. ഈ കാര്യം മദീനയിലുള്ള പ്രവാചകനും അനുയായികളും അറിയുന്നു. അവർ തീരുമാനിക്കുന്നു തങ്ങളുടെ സ്വത്ത്, തങ്ങളെല്ലാം മക്കയിൽ ഇട്ടേച്ചു പോയ സ്വത്ത് കൊണ്ടുപോയി അതിൽ ബിസിനസ് ലാഭമുണ്ടാക്കി തങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇതനുവദിച്ചുകൂടാ. അതുകൊണ്ട് അവർ തിരിച്ചു പോകുമ്പോൾ അവർക്ക് അർഹതപ്പെട്ടത് അവരുടെ ബിസിനസ്സിൽ നിന്ന് വാങ്ങണം. ഈ ഒരൊറ്റ ലക്ഷ്യവുമായിട്ടാണ് പ്രവാചകൻ മദീനയിൽ നിന്ന് ബദറിലേക്ക് എത്തുന്നത്. എന്നാൽ പ്രവാചകൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ ബിസിനസ്സിന് നേതൃത്വം നൽകിയിരുന്ന സംഘനേതാവ് അബൂ സുഫിയാൻ അദ്ദേഹം മറ്റൊരു തന്ത്രം ആവിഷ്കരിക്കുകയും തങ്ങൾ ആക്രമിക്കപ്പെടുന്നുവെന്ന വ്യാജമായ സന്ദേശം മക്കയിലേക്ക് എത്തിക്കുകയും മക്കക്കാരായ ആളുകൾ വലിയ അക്രോത്സ്മതയുള്ള വലിയ തയ്യാറെടുപ്പുമായി ആയിരക്കണക്കിന് ആളുകൾ സർവ്വസന്നാഹത്തോടെ സർവ്വസജ്ജരായി പ്രവാചകനെയും അനുയായികളെയും വധിക്കാനുള്ള താല്പര്യത്തോടെ അവരും ബദറിലെത്തുന്നു. ഇതാണ് ബദർ. ഒരു ഭാഗത്ത് സർവ്വസന്നാഹങ്ങളോടുകൂടെ ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കൾ, മറുഭാഗത്തോ ഒരു യുദ്ധം പോലും ലക്ഷ്യം വെക്കാതെ അവരുടെ അർഹതപ്പെട്ട സമ്പത്ത് വാങ്ങുക എന്ന ലക്ഷ്യത്തോടെ പുറപ്പെട്ട കേവലം 313 വരുന്ന സ്വഹാബിമാർ. ശരിയായ വിധം ആയുധങ്ങളില്ല. അറബികൾ സാധാരണ കൊണ്ട് നടക്കാറുള്ള ഒട്ടിയ വയറും പൊട്ടിയ കത്തികളുമായി മാത്രം പുറപ്പെട്ടവർ. അവർ തമ്മിലുള്ള സംഘട്ടനം, അതാണ് ബദർ. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇസ്ലാം നമ്മളൊക്കെ പലപ്പോഴും പല ആളുകൾ വളരെ വികാരപരമായി അവതരിപ്പിക്കാറുള്ളത് പോലെ ബദർ അങ്ങനെയുള്ള ഒരു ശക്തമായ ഒരു യുദ്ധം മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് തുടങ്ങുകയായിരുന്നുവെങ്കിൽ അതുണ്ടാകേണ്ടിയിരുന്നത് അവർ നേരെ മക്കയിലേക്ക് വന്ന് അവിടെ ആക്രമണം നടത്തേണ്ടിയിരുന്നു. ഇവിടെ സംഭവിച്ചത് മക്കക്കാരായ ആളുകൾ ആയിരക്കണക്കിന് വരുന്നവർ ഇങ്ങോട്ട് ആക്രമണത്തിന് വേണ്ടി വരുന്നു. ആ വരുന്നവരെ പ്രതിരോധിക്കുക എന്നതാണ് ബദറിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഏതാണെങ്കിലും ബദർ നടന്നു. ആയിരക്കണക്കിന് വരുന്ന ആളുകൾ ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് അങ്കുലി പരിമിതമായി ഞാൻ സൂചിപ്പിച്ച അത്തരം ആളുകൾ, അവർ തമ്മിലുള്ള വലിയ സംഘട്ടനം ഉണ്ടാകുന്നു. ആ സംഘട്ടനം അതിൻ്റെ പരിസമാപ്തിയിലെത്തിയത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം വിശ്വാസികൾക്കുണ്ടാകുന്നു. അപ്പുറത്ത് 70ഓളം ആളുകൾ
കൊല ചെയ്യപ്പെട്ടപ്പോൾ 14ഓളം വരുന്ന മഹാരഥന്മാർ രക്തസാക്ഷിത്വം വഹിക്കുന്നു. ആ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ദിവസമാണ് പരിശുദ്ധമായ റമദാൻ 17 എന്ന് പറയുന്ന 17-ന് നമ്മളൊക്കെ ബദർ ദിനം എന്ന് പറയുന്ന വിശുദ്ധമായ ദിനം. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഇതൊരു അക്രമത്തിൻ്റെ, ഒരു അനാവശ്യമായ എടുത്തുചാട്ടത്തിൻ്റെ ഒരിക്കലും ഒരു കഥയല്ല, ഒരു കാര്യമല്ല ബദറിൽ നമ്മൾ കാണേണ്ടത്. ഇവിടെ എല്ലാ തയ്യാറെടുപ്പുമായി വന്നവർ പക്ഷെ അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുമ്പോൾ നോക്കൂ, അപ്പുറത്ത് അടിച്ചു വീശുന്ന കൊടുങ്കാറ്റ് പോലെ അതിശക്തന്മാരായിരുന്നവർ, അവർ പ്രതികരണ ശക്തിയുള്ളവരായിരുന്നു, ആഞ്ഞടിക്കാൻ കഴിവുള്ളവരായിരുന്നു. അവർക്ക് മുന്നിൽ ഒന്നുമില്ലാതെ സാധ്യമാകുന്ന പ്രതിരോധിക്കാൻ അനിവാര്യമായ ഒന്നും കൈകളിൽ വെക്കാതെ, അതൊന്നും ലക്ഷ്യം വെക്കാതെ വന്നവർ പിന്തിരിഞ്ഞോടാതെ അവസാനം വരെ സൃഷ്ടാവിന് വേണ്ടി സകലസ്വം സമർപ്പിക്കാനുള്ള മാനസികമായ താല്പര്യപൂർവ്വം അവർ നിന്നു എന്നതാണ്. എല്ലാം ത്യാഗങ്ങൾക്കും അവർ സന്നദ്ധരായി എന്നതാണ് ബദർ ദിനത്തിൽ നമ്മൾ അനുസ്മരിക്കപ്പെടുമ്പോൾ നമ്മളൊക്കെ മനസ്സിൽ വരുന്ന ഒരാശയം. അതുകൊണ്ട് ഇന്ന് ഈ ഒരു ദിനം നമ്മൾ ആചരിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മനുഷ്യന് കൂടെ വരും. ആ ഘട്ടങ്ങളിലെല്ലാം ക്ഷമയോടെ സഹനത്തോടു കൂടെ അതെല്ലാം തരണം ചെയ്യുക എന്ന മനോഗതിയാണ് ഇതിൽ നിന്ന് നമ്മൾ ആശയമായി ഉൾക്കൊള്ളേണ്ടത്. തികച്ചും അള്ളാഹുവിൻ്റെ സത്യമതത്തിൻ്റെ ആ കാവൽഭടന്മാരായി നിന്നവരെ അനുസ്മരിക്കുക എന്നത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ഖുർആൻ അവരെക്കുറിച്ച് പറഞ്ഞത് വലാ തഹ്സബന്നല്ലദീന ഖുത്തിലൂ ഫീ സബീലില്ലാഹി അംവാത്ത് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അങ്ങനെ യാത്ര പറഞ്ഞവർ അവർ മരിച്ചു എന്ന് നിങ്ങൾ കരുതല്ലേ, ദൈവിക സമക്ഷം അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഓർക്കുന്ന ഈ അനുഗ്രഹീതമായ സുദിനത്തിൽ അള്ളാഹു നമ്മുടെയൊക്കെ പാപങ്ങൾ പൊറുക്കാൻ ഇത്തരം സ്മരണകൾ ഒരു കാരണമാക്കി തരുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.